ഹായ് ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെ 12 ഫാമിലീസ് കഴിഞ്ഞ 12 വർഷമായിട്ട് ഫ്രണ്ട്സ് ക്ലബ് എന്ന പേരിൽ 2 മാസത്തിലൊരിക്കൽ ഒത്തുകൂടാറുണ്ട്. നമുക്കെല്ലാവർക്കും വേറെ ഒത്തിരി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 മാസത്തിലൊരിക്കലേ കൂടാറുള്ളൂ. അന്നേരം 2 ഫാമിലിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്, അവരൊന്നിച്ചാണ്. ഇപ്രാവശ്യം ജെയ്സി, മനോജ് ആൻഡ് റോയ് ചേട്ടൻ, ജിൻസി ഫാമിലിയായിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. കോക്ടെയിൽ കിട്ടിയ സന്തോഷത്തിൽ ഒരു വലിയ ചിയേഴ്സോട് കൂടി ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ അകത്ത് 2 പേര് മിസ്സിങ് ഉണ്ട്. നാട്ടിൽ പോയതും പിന്നെ 1-2 കാരണങ്ങളാൽ അവർക്ക് വരാൻ പറ്റിയില്ല. നമ്മളെ എല്ലാ ഫുഡും ഇവരിവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മളൊരിക്കലും തന്നെ ഓർഡർ ചെയ്യാറില്ല. ഇത് ഹോസ്റ്റ് ചെയ്യുന്നവരെ എപ്പോഴും ഓരോ പ്രാവശ്യവും അവരുടെ അടുക്കളയെന്ന പരീക്ഷണശാലയിലേക്ക് കയറിയിട്ട് നമുക്ക് വേണ്ടി എന്ത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി തരും എന്നാലോചിച്ച് പരിശ്രമിച്ച് കണ്ടുപിടിച്ച്, കണ്ടോ എന്തെല്ലാം ഡിഫറെൻ്റ് ഐറ്റംസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതെന്ന്. ഈ കാണുന്നതൊക്കെ തന്നെ സ്റ്റാർട്ടറാണ് കേട്ടോ. പാസ്ത സാലഡുണ്ട്, ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, പിന്നെ ചില്ലി പോർക്കുണ്ട്. നിങ്ങൾ ഓർത്ത് കാണും ഇതോടുകൂടി സ്റ്റാർട്ടർ തീർന്നെന്ന്. ഇല്ല, നോക്കിക്കേ, നമ്മുടെ തനി നാടൻ കപ്പ ചെണ്ടം പുഴുങ്ങിയതും മത്തി വറുത്തതും പിന്നെ 2 സൈസ് മുളക് പൊട്ടിച്ചതും കൂടെ നമുക്ക് വേണ്ടി അവർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ നമ്മുടെ ആണുങ്ങൾക്കും പിള്ളേർക്കും വേണ്ടി സെപ്പറേറ്റ് 2 കൗണ്ടർ വേറെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടറും പിന്നെ കപ്പയൊക്കെ തിന്നു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഏറ്റു അതിലേലൊക്കെ ഇച്ചിരി നടക്കാനൊക്കെ പോയി. പിന്നെ അപ്പോൾ ജെയ്സിയുടെ വീടിൻ്റെ പുറത്തുള്ള കൃഷികളൊക്കെ കണ്ടു. പിള്ളേരെയൊക്കെ നോക്കി വീണ്ടും അവിടെ നിന്ന് ഇച്ചിരി ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. മെയിൻ കോഴ്സിലേക്ക് കിടക്കും കേട്ടോ. മെയിനായിട്ട് ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും ഉണ്ടാക്കി. അതിൽ പൊറോട്ട മാത്രം പുറത്തുനിന്ന് മേടിച്ച് തരുന്നേ. പിന്നെ നമ്മുടെ നാടൻ മട്ട അരിയുടെ ചോറ്, നല്ല പച്ചമോര്, പിന്നെ സാൽമൺ മീൻ കറി, കാബേജ് തോരൻ, പിന്നെ എന്നതാ നോക്കട്ടെ, മീൻ പൊടി, ഇറച്ചി ഫ്രൈ, ഇടിയിറച്ചി, പിന്നെ 2 കൂട്ടം അച്ചാർ. ഇൻസിമിറ്റും ഇങ്ങനെ പാർട്ടി നടത്തിയെന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് ഈ പുഡിങ്. ഇതിൻ്റെ പേരാണ് ഗാജർക്ക ഹൽവ. അതായത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ക്യാരറ്റും കാഷ്യൂനട്ടും കൂടെ ചേർന്ന ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം വീണ്ടും എല്ലാവരും ഇരുന്ന് ഫാമിലിയായിട്ടിരുന്ന് സംസാരിച്ച് ഏകദേശം ഒരു 1 മണിയോട് കൂടി പിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ ഫുഡിൻ്റെ ഒരു രീതികൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ. അതുവരെ എല്ലാവർക്കും ബായ്.